പ്രിയപ്പെട്ടവരെ, കേരളം വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണല്ലോ. ഇതിനെക്കുറിച്ചുള്ള ചില സംഗതികളാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ ഇടതുപക്ഷവും വലപക്ഷവും ജനപക്ഷവും പക്ഷമില്ലാത്തവരും അരയും തലയും മുറുക്കി തിരഞ്ഞെടുപ്പ് ഗോതിയിലേക്ക് ഇറങ്ങിയ സമയമാണ് ഇപ്പോൾ. ഇതിനെ സൂക്ഷ്മമായി ഒന്ന് വിലയിരുത്തിയാൽ നമ്മൾക്ക് മനസ്സിലാകുന്ന ചില സംഗതികളുണ്ട്. ഇവർ നിർത്തിയ സ്ഥാനാർത്ഥികളിൽ വർഗീയപരമായും വിഭാഗീയപരമായും ജാതീയപരമായും സാമുദായികപരമായും പാർട്ടിപരമായും ഉള്ള വേർതിരിവുകളിൽ നിന്നുകൊണ്ടാണ് സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്. ഇത് ഞാനൊരു ആക്ഷേപിച്ച് പറയുകയല്ല. നിങ്ങൾക്ക് സൂക്ഷ്മമായി നിങ്ങൾ സൂക്ഷ്മമായി നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണിത്. ഇത്തരത്തിൽ ജയിച്ചു വരുന്ന സ്ഥാനാർത്ഥികളാണ് അവർക്കാണ് നമ്മൾ അധികാരം കൈമാറുന്നത്. ഇവർക്ക് എത്രത്തോളം നമ്മളുടെ പ്രദേശത്തെ വികസനത്തിൽ പങ്കാളികളാക്കാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പഞ്ചായത്ത് ഭരണസമിതിക്ക് ലഭിക്കുന്ന പ്ലാൻ ഫണ്ട് ഏത് രീതിയിലാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഓരോ പ്രദേശത്തിൻ്റെയും ആളുകളെ തലയെണ്ണിയാണ് വികസനത്തിന് പ്ലാൻ ഫണ്ട് നൽകുന്നത്. അതേ ആളുകളുടെ വികസനത്തിനാണോ ഇത് ചിലവഴിക്കുന്നത് എന്ന് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? പലപ്പോഴും ആവശ്യമില്ലാത്ത പല പദ്ധതികളും ആ പദ്ധതികൾ നടപ്പിലാക്കിയാൽ ആ പദ്ധതിയിലൂടെ തനിക്ക് എന്ത് കമ്മീഷൻ ലഭിക്കും എന്ന് ചിന്തിച്ചാണ് പല സംഗതികളും പല ഭാഗങ്ങളും വികസനം നടക്കുന്നത്. വേറൊരു തരത്തിലുണ്ട്. ഇടതുപക്ഷം ചെയ്യുന്നത് വലതുപക്ഷത്തിനും വലതുപക്ഷം ചെയ്യുന്നത് ഇടതുപക്ഷത്തിനും ഇവിടെ സ്വീകാര്യമല്ല. എൻ്റെ പക്ഷം ചെയ്യുന്ന വികസനം അതാണ് നല്ലത്, അവരൻ്റെ വികസനം അത് മോശമാണ് എന്നാണ് ഇവിടെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. ഇതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതേ നിലപാടാണ് സ്വീകരിക്കുന്നത്. അതിന് മറുത്തൊരു അഭിപ്രായം പറയാൻ ഇവിടെ ഒരു ഉദാഹരണങ്ങളും ഇല്ല. ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് നമ്മുടെ രാഷ്ട്രീയം. ഇതിൻ്റെ ഒരു മറുവശമുണ്ട്. കഴിഞ്ഞ മേയർ തെരഞ്ഞെടുപ്പിൽ, അമേരിക്കയിൽ നടന്ന മേയർ തെരഞ്ഞെടുപ്പിൽ ഇതേപോലെ രണ്ട് വിഭാഗങ്ങളാണ് അവിടെ ഏറ്റുമുട്ടിയത്. ഇടതുപക്ഷവും വലതുപക്ഷവും. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ റിപ്പബ്ലിക്കന്മാരും ഡെമോക്രാറ്റുകളും. അതിൽ പ്രമുഖനായ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ നിലപാട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അറുവളിപ്പൻ പ്രഖ്യാപനങ്ങളും വെറും പൊട്ടത്തരങ്ങളും പറയുന്ന ഒരു ട്രംപിനെയാണ് നമ്മൾ ആ സമയത്ത് കണ്ടിരുന്നത്. നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് മുന്നിലെത്തുന്ന ഒരു അവസ്ഥയാണ് ട്രംപിൻ്റേത്. ഉത്തരവാദിത്തമില്ലാത്ത പല പ്രഖ്യാപനങ്ങളും അദ്ദേഹത്തിൻ്റെ നാവിൽ തുമ്പൊന്ന് വന്നുപോയി. എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് സഭ്യമല്ലാത്ത പല സംഗതികളും അയാൾ പറഞ്ഞു. അയാൾ ഭീകരനാണ്, അയാൾ തീവ്രവാദിയാണ്, അയാൾ വംശീയവാദിയാണ്, അയാൾ ജിഹാദിയാണ്, അയാൾ ഭ്രാന്തനാണ്, അയാൾ കമ്മ്യൂണിസ്റ്റനാണ്, അയാൾ കമ്മ്യൂണിസ്റ്റുകാരനാണ്, അയാൾ സോഷ്യലിസം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നയാളാണ്. ഒരു പിശാചിനെ കാണാൻ നിങ്ങൾ ന്യൂയോർക്കിലേക്ക് പോകൂ എന്നാണ് മമതാനിയെക്കുറിച്ച് ട്രംപ് പറഞ്ഞത്. ഇതിൻ്റെ നേർ വിപരീതമാണ് മമതാനി അവിടെ പറഞ്ഞത്. മമതാനിയുടെ ക്യാമ്പയിൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജൂതന്മാരുടെ കോർപ്പറേറ്റുകൾ നിയന്ത്രിക്കുന്ന ന്യൂയോർക്ക് സിറ്റിയിൽ പോയി അവരുടെ മുമ്പ് നെഞ്ചു വിരിച്ച് പറയുകയാണ്, ഫലസ്തീൻ രാഷ്ട്രീയം പറയുകയാണ്. ഞാനൊരു മുസ്ലിമാണ്. മുസ്ലിം എന്ന് പറയുമ്പോൾ വളരെ പേടിയോടെ നിൽക്കുന്ന അമേരിക്കക്കാരുടെ മുന്നിൽ നെഞ്ചു വിരിച്ചുകൊണ്ട് പറയണേ, ഞാൻ മുസ്ലിമാണ്. കുടിയേറ്റക്കാരെ നാടുകടത്തുന്ന ട്രംപിൻ്റെ നയത്തിനെതിരെ ഇദ്ദേഹം പറയുകയാണ്, ഞാൻ കുടിയേറ്റക്കാരനാണ്, ഞാൻ കുടിയേറ്റക്കാർക്ക് വേണ്ടി സംസാരിക്കുന്നയാളാണ്. ട്രംപ് കുടിയേറ്റക്കാരെ നാട് കടത്തണം എന്ന് പറയുമ്പോൾ മമതാനി പറയുന്നു, ഇവിടുത്തെ അതിസമ്പന്നർക്ക് ഞാൻ നികുതി ചുമത്തുമെന്നും. ജൂതന്മാർ ഭൂരിപക്ഷമുള്ള ന്യൂയോർക്കിൻ്റെ തെരുവീതികളിൽ നിന്നുകൊണ്ട് നെഞ്ചു വിരിച്ച് പറയുകയാണ്, ജൂത രാഷ്ട്രത്തലവൻ നെതന്യാഹു ഇവിടെ വന്നാൽ ഞാൻ അയാളെ അറസ്റ്റ് ചെയ്യുമെന്നാണ്. അവസാനം ട്രംപിൻ്റെ പ്രതിനിധി തോൽക്കുകയും മമതാനി അതിഗംഭീരമായി വിജയിക്കുകയും ചെയ്തു. ഇവിടെയാണ് ഒരു ട്വിസ്റ്റ്. ട്രംപിൻ്റെ അതിവിദഗ്ധമായ മലക്കം മറിച്ചിൽ നമ്മൾ ഇവിടെയാണ് കാണുന്നത്. ട്രംപ് പറഞ്ഞതിനൊക്കെ അനുകൂലമായി നിൽക്കാമായിരുന്നു, ന്യൂയോർക്കിലേക്കുള്ള ഫണ്ട് തടയാമായിരുന്നു, ഈ മമതാനിയെ എതിർക്കാമായിരുന്നു. പക്ഷേ ട്രംപ് അതല്ല ചെയ്തത്. ആ രാഷ്ട്രീയമാണ് നമ്മൾ പഠിക്കേണ്ടത്. ട്രംപ് പവർഫുൾ മാനാണ്, അമേരിക്കയുടെ പ്രസിഡൻ്റാണ്. അയാൾ വിചാരിച്ചാൽ എന്തും കഴിയും. പക്ഷേ അദ്ദേഹം താഴെ ഇറങ്ങി വന്ന് മമതാനിയെ സ്വീകരിക്കുകയാണ്, മമതാനിക്ക് വേണ്ടി സംസാരിക്കുകയാണ്, മമതാനിയുടെ തോളിൽ തട്ടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. താങ്കളൊരു ബെസ്റ്റ് മേയർ ആയിരിക്കട്ടെ, താങ്കളുടെ ജനസമ്മതിയെ ഞാൻ അംഗീകരിക്കുന്നു, നിങ്ങളുടെ മാധ്യമ മാനേജ്മെൻറ്റിനെ ഞാൻ അംഗീകരിക്കുന്നു.
ന്യൂയോർക്ക് സിറ്റിയെ ഏറ്റവും നല്ല നഗരമാക്കാൻ നിങ്ങൾ ശ്രമിക്കൂ, ഞാൻ സർവ്വവിധ പിന്തുണയും തരാമെന്ന് പറയുന്നു. കാമ്പുള്ള നേതാവാണ് മമദാനി എന്ന് ട്രംപ് പറയുന്നു. സാധാരണ അമേരിക്കൻ പ്രസിഡൻറ്റും ഒരു മേയറും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഇത്രയൊന്നും ആൾ കൂടുകയോ അല്ലെങ്കിൽ ഇത്രയേറെ പത്രക്കാർ അവിടെ കൂടുകയില്ല. അപ്പോൾ അവരെ നോക്കി ട്രംപ് പറയുകയാണ്, എന്തിനാ നിങ്ങളിങ്ങനെ തിക്കും തിരക്കും കൂട്ടുന്നത്? ഞാനും എത്രയോ ലോക നേതാക്കന്മാരും കൂടി സംസാരിക്കുന്ന സമയത്ത് ഇത്രയേറെ തിരക്ക് നിങ്ങൾ കൂട്ടിയിട്ടില്ലല്ലോ, നിങ്ങൾക്കെന്ത് ഭ്രാന്ത് പിടിച്ചോ എന്നാണ് ട്രംപ് ചോദിക്കുന്നത്. പത്രക്കാരുടെ ഒരു ചോദ്യത്തിന്, മുനവശുള്ള ഒരു ചോദ്യത്തിന് മമദാനിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇദ്ദേഹത്തെ ഫാസിസ്റ്റ് എന്നല്ലേ വിളിച്ചിട്ടുണ്ടായിരുന്നത്, ഇപ്പോൾ നിങ്ങളുടെ നിലപാട് എന്താണ് എന്ന്. അപ്പോൾ ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട് മമദാനിക്ക് പറയാൻ കഴിയുന്നതിന് മുമ്പ് ട്രംപ് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് പറയൂ ഓക്കെ എന്ന് പറയൂ, എങ്കിൽ അവരുടെ അടുത്ത ചോദ്യത്തിനുള്ള മറുപടി ഇല്ലാതായി പോകില്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. റിപ്പബ്ലിക്കൻ പ്രതിനിധിയായി ഗവർണർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന എയ്ലി സ്റ്റെഫാനി പറയുന്നത് കേൾക്കൂ. അദ്ദേഹം പറയുകയാണ് മമദാനി ഒരു ജിഹാദിയാണെന്നാണ്. അപ്പോൾ ട്രംപ് തിരുത്തുകയാണ്, അല്ലല്ല അങ്ങനെ പറയാൻ പറ്റില്ല, മമദാനി ഒരു ജിഹാദി അല്ല, അദ്ദേഹം യുവാക്കൾക്ക് പ്രിയങ്കരനായ ഒരു മേയറാണ് എന്നാണ് പറയുന്നത്. മറിച്ച് മമദാനിയും ട്രംപിനെ രക്ഷപ്പെടുത്തുന്നത്. ന്യൂയോർക്കിൽ കഴിഞ്ഞ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ജനങ്ങൾ കൂടുതൽ വോട്ട് ചെയ്തത് ട്രംപിനായിരുന്നു. അതേ ജനങ്ങളോട് ഞങ്ങൾ സംസാരിച്ചു. അവർ പറയുന്നത് ജീവിത ചിലവിനെക്കുറിച്ചാണ്, ഞങ്ങൾ പറയുന്നതും ജീവിത ചിലവിനെക്കുറിച്ചാണ്. ജനങ്ങളുടെ ജീവിത നിലവാരം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. അതിനാണ് ഞാൻ പ്രസിഡന്റിനോട് ഹെൽപ്പ് ചോദിക്കുന്നത്. അങ്ങനെ പരസ്പരം പുകഴ്ത്തിയും പല തെറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിച്ചതിനെല്ലാം മറിച്ചുകൊണ്ട് അവർ വികസനത്തിന് വേണ്ടി ഒന്നിക്കുന്നു. നമ്മളോ, മമദാനി പറയുന്നു, വളരെ പ്രൊട്ടക്റ്റീവായ മീറ്റിംഗ് ആണിത്. ആ മീറ്റിംഗ് കൊണ്ട് ന്യൂയോർക്കിൻ്റെ വികസനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നു. നമ്മളോ, മാറണം സഹോദര, മാറട്ടെ നമ്മുടെ നയനിലപാടുകൾ. സഹിഷ്ണുതയോടെ അവരുടെ രാഷ്ട്രീയത്തെക്കുറിച്ചും അവരുടെ വികസന കാഴ്ചപ്പാടും നിങ്ങളുടെ വികസന കാഴ്ചപ്പാടും അവരും അംഗീകരിക്കണം. എങ്കിലേ ഇത്തരത്തിലുള്ള നന്മയുള്ള ഒരു ലോകം പുലരുകയുള്ളൂ എന്നാണ് എനിക്ക് ഇത്തരത്തിൽ പറയാനുള്ളത്. ആശംസകൾ.